എല്ലാവർക്കും നമസ്കാരം. തലക്കാവേരി ടെമ്പിളിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് കുളം, കൗണ്ടറിൻ്റെ പുറകിൽ കാണുന്നത്. അതിൻ്റെ മുകളിലാണ് അമ്പലം. അവിടെ വീഡിയോ റെക്കോർഡിങ് അലൗഡ് അല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്, കുളിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് ഹീലിങ്ങുകളും പരിപാടികളൊക്കെ ചെയ്തിട്ട് കുറച്ച് ക്ഷീണമെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു മൂകാംബികയിൽ പോകാമെന്ന് വെച്ചു. പക്ഷേ എത്തിപ്പെട്ടത് തലക്കാവേരിയിലാണ്. കാരണം അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി പ്ലാൻ ചെയ്തു. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾ ഇവിടെ വന്ന് കുളിക്കാൻ ശ്രമിക്കുക. തലവര മാറി നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണത് തലക്കാവേരി. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് 9 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ. അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ കുളിച്ചിട്ട് പോകാൻ സാധിക്കും. ഈ കാണുന്നതാണ് കുളം. ഇവിടെ രാവിലെ ഒരു 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ വളരെ തിരക്കൊന്നുമില്ലാണ്ട് നിങ്ങൾക്ക് കുളിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റും. നമസ്കാരം. ഒരിക്കൽ കൂടി തലക്കാവേരി ക്ഷേത്രത്തിൽ വന്ന് കുളിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നാണ്. കൊല്ലൂരിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ തിരക്ക് കാരണം ഇങ്ങോട്ടേക്കാക്കി. അപ്പോൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നിങ്ങൾ ഇവിടെ വന്ന് കുളിക്കാൻ ശ്രമിക്കുക. ഒരു കുളമുണ്ട്, കാവേരി നദി ഉത്ഭവസ്ഥാനമാണ്. ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം മുങ്ങി കുളിച്ച് പൂജാരി നമ്മുടെ തലയിൽ വെള്ളം തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലവര മാറും. അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങൾ പാപങ്ങളെല്ലാം ഇല്ലാണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ മുമ്പ് വന്ന് കുളിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ഹീലിംഗ് എല്ലാം കാര്യക്ഷമമായിട്ട് ചെയ്യാനും ഒക്കെയുള്ളൊരു ചാൻസ് ദേവി തന്നത്. ഒരു മലയുടെ മുകളിലാണ് ഈ കാവേരി നദി ഉത്ഭവിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഭൂപ്രദേശം കൂടിയാണ്. അവിടെ മഹാഗണപതിയുടെ ക്ഷേത്രവും ഒരു ശിവൻ്റെ ക്ഷേത്രവും അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ കുളം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കാണുന്നതാണ് കുളം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ അവിടെ പൂജാരി ഇരിക്കുന്നുണ്ട്. നമുക്ക് 3 പ്രാവശ്യം മുങ്ങുക. പിന്നെ തലയിൽ വെള്ളം അവർ തളിക്കും. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോകാൻ പറ്റും. നമുക്ക് വലിയ തിക്കും തിരക്കൊന്നും ഇവിടെ ഉള്ള സ്ഥലമല്ല. എല്ലാവരും ശ്രമിക്കുക. ഈ കാണുന്നതാണ് നമ്മളുടെ കുളിക്കുന്ന കുളം. മുകളിലാണ് ക്ഷേത്രങ്ങൾ ഉള്ളത്. ശിവൻ്റെയും ഗണപതിയുടെയും ക്ഷേത്രമുണ്ട്. കുളിച്ച് വന്നിട്ടുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായിരുന്നു തലക്കാവേരിയിൽ കുളിച്ചിട്ടുള്ള 2 പേരുടെ എക്സ്പീരിയൻസ്? നല്ല ഒരു ശാന്തതയും സമാധാനവും, നല്ലൊരു പോസിറ്റീവ് ഫീല്, നല്ല ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറിയൊരു റിലാക്സേഷൻ. നല്ല റിലാക്സേഷൻ മാത്രമല്ല, ഇത് ഇവിടുത്തെ ഐതിഹ്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ഇല്ലാതാവും. കർമ്മദോഷങ്ങൾ, പാപങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തേക്കണവരെയും മാഞ്ഞു പോവും. തലവര മാറും എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വലിയ പ്രമുഖന്മാരായ ആളുകൾ വന്ന് കുളിച്ചു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ 2 യുവ ഡോക്ടർമാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. വീണ്ടും വന്ന് ഒരാൾ കാലം കഴിയുമ്പോൾ വന്നിട്ട് ഒന്നുകൂടിയും വേണമെങ്കിൽ കുളിക്കാം.
ഇപ്പോൾ ഒരു മൈൻഡ് ഫ്രീ ആയ പോലെ തോന്നല്ലേ മൊത്തത്തിലൊരു അല്ലേ? ആ അതാണ്. അത് വേറെ നമ്മുടെ നാട്ടിലേക്കുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ അമ്പലത്തിൽ ഇരുന്നാലും ഈ ഒരു ഫീൽ കിട്ടില്ല. വ്യത്യാസമില്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും ദൈവയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ.